3 വർഷത്തിന് ശേഷം ഫേസ്ബുക്കിൽ മാസ് എൻട്രി നടത്തി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി.എസ്. അച്യുതാനന്ദൻ. രാജ്യം പൂർണ്ണമായും വിൽക്കപ്പെടുന്നതിന് മുൻപ് മോദിരാജിൽ നിന്നും സ്വാതന്ത്ര്യം നേടണമെന്ന് വി.എസ്. ഫേസ്ബുക്കിൽ ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം സജീവമല്ലാതിരുന്ന തന്റെ അക്കൗണ്ടിൽ നിന്നും 3 വർഷത്തിന് ശേഷമാണ് വി.എസ്. പോസ്റ്റ് ഇടുന്നത്. ആദ്യ പോസ്റ്റിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബദൽ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറേണ്ടതിന്റെ ആവശ്യകത എടുത്തുകാട്ടിയുമാണ് വി.എസ്. രംഗത്ത് വന്നത്. നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യയെ സാമ്രാജ്യത്വ മൂലധന ശക്തികൾക്കും ശിങ്കിടി മുതലാളികൾക്കും വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും വി.എസ്. ഫേസ്ബുക്കിൽ കുറിച്ചു. വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യയെ സാമ്രാജ്യത്വ ശക്തികൾക്കും മൂലധന ശക്തികൾക്കും ശിങ്കിടി മുതലാളികൾക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. തകരുന്ന സമ്പദ് വ്യവസ്ഥയുടെയും കൊടികുത്തി വാഴുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും വിള്ളലുകളിലൂടെ ഫിനാൻസ് മൂലധന ശക്തികൾ കടന്നുകയറി അധികാരമുറപ്പിക്കുകയാകും ഫലം. നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന നമ്മുടെ രാജ്യം പൊരുതി നേടിയ സ്വാതന്ത്ര്യം പോലും അപകടത്തിലായിരിക്കുന്നു. മതജാതി വൈര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പടർത്തുന്ന വർഗീയ വിഷം ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നു തന്നെ വമിക്കുന്ന സ്ഥിതിയാണുള്ളത്. രാജ്യം പൂർണ്ണമായി വിൽക്കപ്പെടുന്നതിന് മുൻപ്, തകർക്കപ്പെടുന്നതിന് മുൻപ് മോദിരാജിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള നിർണായക പോരാട്ടമായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നാം കാണണമെന്ന് അവസാനിക്കുന്നു വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പഴയ സ്റ്റേറ്റ് കോൺഗ്രസിൽ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലൂടെയായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ ജീവിത വഴികൾ. 15-ാം വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1940-ൽ തന്റെ 17-ാം വയസ്സിൽ വി.എസ്. അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പി. കൃഷ്ണപിള്ളയായിരുന്നു വി.എസിന്റെ വഴികാട്ടി. 1946-ൽ നടന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു വി.എസ്. ഇതേ തുടർന്ന് വി.എസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി രഹസ്യങ്ങളെല്ലാം വി.എസിൽ സുരക്ഷിതമായിരുന്നു. 1964-ൽ CPI ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേർ ചേർന്നാണ് CPM രൂപീകരിച്ചത്. ഇപ്പോൾ ആ 32 പേരിൽ പാർട്ടിയിൽ ജീവനോടെയുള്ളത് വി.എസ്. അച്യുതാനന്ദൻ മാത്രമാണ്. കാർക്കശ്യക്കാരനായ നേതാവെന്ന രീതിയിലായിരുന്നു വി.എസ്. അച്യുതാനന്ദനെ കേരളം കണ്ടിരുന്നത്. പാർട്ടി അച്ചടക്കത്തിന്റെ വാൾമുന ഏതു വലിയ നേതാവിന് നേർക്കും വീശാൻ മാത്രം കരുത്തുള്ള നേതാവായിരുന്നു വി.എസ്. 1985 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. എന്നാൽ കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ 2009-ൽ വി.എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി. 1965 മുതൽ പാർലമെന്ററി രംഗത്തും വി.എസ്. സജീവമായിരുന്നു. ആദ്യ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. പിന്നീട് 1967-ൽ ആദ്യ വിജയം നേടി. പിന്നീട് 2 തവണ കൂടി വി.എസിന് പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്നു. 1977-ലും 96-ലുമായിരുന്നു അത്. 96-ൽ CPMന്റെ ഉറച്ച കോട്ടയായിരുന്ന മാരാരിക്കുളത്തായിരുന്നു വി.എസിന് അടിപതറിയത്. മുഖ്യമന്ത്രി പദത്തിന് തൊട്ടടുത്ത് വെച്ച് എല്ലാം തകർന്നുപോയ അവസ്ഥ. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയായിരുന്നു അന്ന് വി.എസിനെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ഇതോടെ വി.എസ്. പാർട്ടിയിൽ വീണ്ടും ശക്തനായി. പാലക്കാട് സമ്മേളനത്തിൽ CITU വിഭാഗത്തെ വെട്ടിനിരത്തി. അന്ന് വി.എസിന്റെ വലം കൈയായിരുന്നു പിണറായി വിജയൻ. ചടയൻ ഗോവിന്ദന്റെ മരണശേഷം പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നിലും വി.എസ്. തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് കേരളം കണ്ടത് വി.എസ്. പിണറായി ദ്വന്ദ്ങ്ങൾക്കിടയിൽപ്പെട്ട് കലഹിക്കുന്ന CPMനെയാണ്. ഒരിക്കൽ വി.എസിന് വേണ്ടി വെട്ടിനിർത്താൻ നടത്തിയ പിണറായി വിജയൻ പാർട്ടിയിലെ വി.എസ്. പക്ഷത്തെ ആകെ വെട്ടിനിരത്തി. പരസ്പരമുള്ള കൊമ്പുകോർക്കൽ പരസ്യ പ്രസ്താവനകളിലേക്ക് എത്തിയപ്പോൾ രണ്ടുപേരെയും CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തി. പിണറായി വിജയൻ തിരിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയെങ്കിലും വി.എസിന്റെ വഴി അടഞ്ഞു തന്നെ കിടന്നു. 3 തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട് വി.എസ്. അച്യുതാനന്ദൻ. 1992 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും 2011 മുതൽ 16 വരെയും ആയിരുന്നു വി.എസിന്റെ കാലം. 2006 വരെയുള്ള സമയത്താണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവ് ജനപിന്തുണയുള്ള ജനകീയ നേതാവായി ഉയരുന്നത്. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹം ഏറ്റെടുത്ത സമരങ്ങൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റുകയായിരുന്നു. അങ്ങനെയാണ് വി.എസിന്റെ വളർച്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.